ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ രേഷ്മ സുജിത് ലൈവ്. സോ ഇന്നത്തെ മലയാളം വ്ളോഗിൽ ഞാൻ എൻ്റെ പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെയായി. സോ ഇപ്പം ഞാൻ നന്നാണ്ട് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് വ്ളോഗ് എടുക്കാനായിട്ട്. സോ ഇപ്പോൾ രാവിലെ എണീച്ചാൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കണ്ടില്ലെങ്കിൽ സ്വെറ്ററെല്ലാം ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ നല്ല തണുപ്പാണ്. രാവിലെ ഒരു 7 മണിയായാലും നല്ല തണുപ്പാണ്. ഇപ്പം ഡേ ടൈം ആയാലും ഇന്ന് പിന്നെ കുറേ കാലാവസ്ഥ നല്ല വെയിലുണ്ട്. ഇത്ര സമയം രാവിലെ മുതലേ നല്ല മഴയായിരുന്നു. സോ ഹസ്ബൻഡ് കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി. അപ്പോൾ കാലിന് കണ്ടില്ല. കാലിനിപ്പോൾ ഒരു ചെറിയൊരു മുറിവ് വന്ന് അപ്പോൾ അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ സർജനെ കാണിച്ച് നല്ല ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് അപ്പോൾ റെസ്റ്റ് 2 വീക്സ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാൻഡേജ് ഡെയിലി ഡ്രസ്സിങ് ചെയ്യാൻ പോകണം. പിന്നെ മഴയിൽ ഒരു ജൂൺ 1 തുടങ്ങിയ മഴയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയില്ല, ഇത്രയും നാൾ ഭയങ്കര മഴയായിരുന്നു. ഫുൾ മഴയത്ത് പോയിട്ടാണ് ഇങ്ങനെ പ്രോബ്ലം വന്നത്. അപ്പോൾ പോകാണ്ടിരിക്കാനും കഴിയില്ല. മീൻസ് അത് ഡെയിലി അത് ജോബിന് പോകുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് കാലിൻ്റെ പ്രോബ്ലം വന്നതുകൊണ്ട് ഇപ്പം ജോബ് പോകാണ്ടിരിക്കുന്നത്. പിന്നെ റെസ്റ്റും പറഞ്ഞു ഡോക്ടർ. ജോബിൽ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 2 വീക്സ് കഴിയണം. വേറെ ഇനിയിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല ഒരു പ്ലസൻറ്റ് ഒരു ദിവസം കുറച്ച് സമയം വരെ പ്ലസൻ്റായിട്ട് നിൽക്കും. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉപ്മാവും ചപ്പാത്തിയും ചെറുപയർ കറിയെല്ലാം ആക്കി. പിന്നെ ഉച്ചക്കത്തെ പ്രിപ്പയർ ചെയ്യാനുണ്ട് അത്ര ലഞ്ച്. പിന്നെ ഞാൻ കുറേ കാലമായി വ്ളോഗിൽ ഒന്നും എടുക്കാത്ത. അപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് ഇന്ന് എടുത്തതാണ്. അപ്പോൾ പിന്നെ അച്ഛനമ്മേൻ്റെ അടുത്ത് പോയില്ല. കഴിഞ്ഞ ആഴ്ച പോയ. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച പോയിട്ടില്ല. എന്നാലും പോകാൻ മനസ്സുണ്ട്. പക്ഷേ ഈ സൺഡേ പിന്നെ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ പ്രോബ്ലമായി. പിന്നെ എല്ലാം ഒറ്റക്ക് എല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കാലും കൊണ്ട് അധികം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കണം എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ വീക്ക് പോകുന്നില്ല. നെക്സ്റ്റ് വീക്ക് എല്ലാം ശരിയായിട്ടാകുമ്പോൾ അപ്പം മകന് ഇപ്പോൾ എക്സാംസ് വരാൻ പോകുന്നുണ്ട്. അവൻ്റെ അത് ഇപ്പോൾ കോളേജ് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റഡി ലീവിൻ്റെ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി രാത്രിയത്തെ ഡിന്നറും കൂടി ഇപ്പോൾ ഇന്നെല്ലാം ഫ്രൈഡ് റൈസ് ആക്കി. അപ്പോൾ രാത്രി വീണ്ടും നമ്മൾ ഫ്രൈഡ് റൈസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് എടുക്കും. ബാക്കി അലക്കൊക്കെ ഇപ്പം വളരെ കുറവാണ്. സോ എന്ത് പറയാം, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ എൻ്റെ പാരൻസിനെടുത്തിപ്പോൾ വേറൊരു വ്ളോഗ് എടുക്കും. ഇപ്പം ഞാൻ റീൽസ് കുറേ ഇടാറുണ്ട് ഫ്രണ്ട്സ്. സോ പ്ലീസ് നിങ്ങളെൻ്റെ റീൽസൊക്കെ നോക്കണം, എൻജോയ് ചെയ്യണം. ഭയങ്കര ഫണ്ണിയാണ്. ഹസ്ബൻഡ് വൈഫിൻ്റെ ഫണ്ണി ആർഗ്യുമെൻറ്റ്സിന് മുകളിലാണ് അധികം വീഡിയോസ് വരുന്നത്. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു റീൽസിൻ്റെ ഡയലോഗ്സ് അത്രയ്ക്കും ഇതായിട്ട് തോന്നുന്നു. എല്ലാ ഡയലോഗ്സും നല്ല നല്ല ഡയലോഗ്സാണ്. നോക്കി ചെയ്യണം, നല്ല വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. സോ ഈ വ്ളോഗ് ഞാൻ കുറേ എന്നുള്ളത് എനിക്ക് പറഞ്ഞ് വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ഒന്നും എടുക്കാനില്ല. വേറെ ലാസ്റ്റ് വീക്ക് മുന്നേ ലൈവ് എടുത്തതാണ്. അപ്പോൾ ലൈവ് എടുത്തത് നിങ്ങൾ കണ്ടീനോന്ന് അറിയില്ല. വളരെ കുറച്ച് വ്യൂസ് അതിനകത്ത് കണ്ടില്ലോ. എത്ര ആളെ കണ്ടേന്നറിയില്ല. ലൈവിൽ ആരും വന്നിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ.
ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അധികം ലൈവിലും പോകാനോ ഒന്നും പറ്റുന്നില്ല. ബാക്കി വീട്ടിലെ വർക്കും ഉണ്ട്, അതുകൊണ്ട് പിന്നെ വീട്ടിലെ വർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മഴയായതുകൊണ്ട് മഴയത്ത് ഇവർ ജോലിക്ക് പോകുന്നത് നല്ല മഴയത്തായിരിക്കും വണ്ടി ഓടിക്കേണ്ടത്. വണ്ടി ഓടിക്കുന്ന ദിവസം ജോലിക്ക് പോകുന്ന ദിവസമായിരിക്കും നല്ല മഴ. ഇപ്പോൾ ഇതാ ലീവ് എടുത്ത ദിവസം ഇതാ നല്ല വെയിൽ കണ്ട മീൻസ് ഇതാണ് ക്ലൈമറ്റിൻ്റെ പ്രത്യേകത. ശരിക്കും ഇതുപോലെ അത് തന്നെയാണ്. ജോലിക്ക് പോകുന്ന ദിവസം വണ്ടി ഓടിക്കണ്ടേ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇത്രയും മഴയത്ത് എങ്ങനെ വണ്ടി നിർത്തും വേണം, പാലെടുത്ത് കൊടുക്കും വേണം. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുക മഴയത്ത് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഇത്രയും കാലം വന്നിട്ട് അത് ഞാനും ഇവിടെ വെയിറ്റ് ചെയ്യും. 1:30 വരെ ഇല്ലും, എന്നാലും ഞാൻ വെയിറ്റ് ചെയ്യും. പക്ഷെ 1:30 വരെ ആ സമയത്തിൻ്റെ ഇടയിലുള്ള മഴ നല്ല മഴ. ജോബിന് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ജോബിന് പോവും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഇങ്ങനെ മഴ കുറയും പിടിക്കും എന്നെല്ലാം വിചാരിക്കും. പക്ഷെ ആ സമയത്തൊക്കെ മഴ കുറേ ജാസ്തി പെയ്യുന്നുണ്ടാവും. ഇടയ്ക്ക് ചില ദിവസം നല്ല വെയിലായിരിക്കും, ചില ദിവസം നല്ല മഴയായിരിക്കും. ഇപ്പോൾ ലീവ് എടുത്ത ദിവസം ഇപ്പോൾ ക്ലൈമറ്റ് നല്ല വീട്ടിൽ എന്തൊരു നല്ല ഹോളിഡേയ്സാണ് നടക്കുന്നത്. ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഡെയിലി നമ്മളുണ്ടാവുള്ളൂ ഇങ്ങനെ വീഡിയോസ് റീൽസും. ഇപ്പോൾ ഇപ്പോഴത്തെ ഫേസ്ബുക്കിൽ അധികം ഇത് റീൽസ് വരുന്നത് ഈ പ്ലെയിൻ ക്രാഷ് ആയതിന് മേലെയാണ്. അഹമ്മദാബാദ് ടു ലണ്ടൻ പ്ലെയിൻ ക്രാഷിനെ പറ്റിയാണ് അധികം റീൽസ് വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടില്ല, കണ്ട് മടുത്ത് നമ്മൾ വിചാരിക്കും പുതിയ ഓരോരോ റീൽസ് എടുക്കുമ്പോൾ വിചാരിക്കും അതിനകത്ത് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട് എയർലൈൻസിനെ പറ്റി. അപ്പോൾ ഇതന്നെ ഈ എയർലൈൻസ് ബോയിങ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് രണ്ടിൽ ബോയിങ് എയർലൈൻസിൽ തന്നെയാണ് രണ്ട് ഇങ്ങനെ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് വരുന്നു പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കുറേ ആയി അന്നേ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് വരുമ്പോൾ റീൽസ് എല്ലാം ഞാൻ സ്ക്രോൾ ചെയ്ത് വിടല്. പിന്നെ അധികം കുറേ ന്യൂസ് തന്നെ കേൾക്കുമ്പോഴല്ല നമുക്ക് വല്ലാണ്ടാവും. പിന്നെയൊക്കെ എന്തൊക്കെ നാട്ടിലേക്ക് ഓരോരോ റെസിപ്പീസ് കോമഡീസ് എല്ലാം ഒക്കെയുണ്ട്, അതെല്ലാം നോക്കും. സോ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വ്ളോഗിലേക്ക് കാണാം. നെക്സ്റ്റ് വ്ളോഗ് ഞാൻ ചിലപ്പം എൻ്റെ അച്ഛനമ്മയുടെ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുക. അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗ് ഇടാൻ പറ്റിയെങ്കിൽ നല്ല തന്നെ. സോ ഞാൻ ഹിന്ദി എൻ്റെ സെക്കൻഡ് ചാനലിനെയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ചാനലിലും എന്നെ സപ്പോർട്ട് ചെയ്യണം. സോ thank you and see you in next vlog. Bye.